ഹലോ എവ്രി വൺ, വെൽക്കം ടു അനദർ ലെസൺ. ഇംഗ്ലീഷിൽ ഒരുപാട് പേർക്ക് മിസ്റ്റേക്ക് വരുന്ന ഒരു ഭാഗമാണ് ഇൻ, ഓൺ, അറ്റ്. പൊതുവെ ആളുകൾ ഉപയോഗിക്കുന്ന കുറച്ച് മിസ്റ്റേക്കുകളാണ് ഇൻ മൺഡേ, ഓൺ 9 AM, ഇൻ ദ ബസ് സ്റ്റോപ്പ്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രിപ്പോസിഷൻ ഓഫ് ടൈം ആൻഡ് പ്ലേസ്. ഇവയിൽ അറ്റ്, ഇൻ, ഓൺ എന്നിവ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ്. ഇൻ, ഓൺ എന്നിവ പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മളുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പ്രിപ്പോസിഷൻ ഒരു റൂളായിട്ട് പഠിച്ചാൽ നമ്മളത് മറക്കും. പക്ഷേ ഒരു ഐഡിയയായി മനസ്സിലാക്കിയാൽ അത് ഒരിക്കലും മറക്കില്ല. അറ്റ് എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്ന കുറച്ച് സിറ്റുവേഷൻസ് നമുക്ക് നോക്കാം. ഒരു എക്സാക്റ്റ് ടൈമിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അറ്റ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ദ മീറ്റിംഗ് സ്റ്റാർട്ട്സ് അറ്റ് 10:30 AM. ഇവിടെ 10:30 എന്ന എക്സാക്റ്റ് ടൈമിനെ കാണിക്കാൻ വേണ്ടിയാണ് അറ്റ് എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഹി ഫിനിഷ്ഡ് ദ ടാസ്ക് അറ്റ് ദ ലാസ്റ്റ് മിനിറ്റ്. ഇവിടെയും ദ ലാസ്റ്റ് മിനിറ്റ് എന്ന ഒരു പർട്ടിക്കുലർ ടൈമിനെ കാണിക്കാൻ വേണ്ടിയാണ് അറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. അനദർ എക്സാമ്പിൾ, ദ സ്റ്റാർസ് ആർ ക്ലിയർലി വിസിബിൾ അറ്റ് മിഡ് നൈറ്റ്. ഇവിടെ മിഡ് നൈറ്റ് എന്ന ഒരു പർട്ടിക്കുലർ ടൈമിനെ കാണിക്കാനാണ് അറ്റ് ഉപയോഗിക്കുന്നത്. അറ്റ് യൂസ് ചെയ്യുന്ന മറ്റൊരു സിറ്റുവേഷൻ നോക്കാം. ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ അല്ലെങ്കിൽ ഒരു പോയിൻറ്റിനെ കുറിച്ച് പറയാൻ വേണ്ടി അറ്റ് യൂസ് ചെയ്യുന്നു. എക്സാമ്പിൾസ്, ഷീ ഈസ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ ഹിൽ, എൻജോയ് ദ വ്യൂ. ഇവിടെ ടോപ്പ് ഓഫ് ദ ഹിൽ എന്ന ഒരു പർട്ടിക്കുലർ പോയിൻറ്റിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. ഐ ലെഫ്റ്റ് മൈ ബാഗ് അറ്റ് ദ റിസപ്ഷൻ ഡെസ്ക്. ഇവിടെ റിസപ്ഷൻ ഡെസ്ക് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് പോയിൻ്റാണ്, ഒരു റൂമോ ഒരു വലിയ ഏരിയയോ അല്ല. അതുകൊണ്ടാണ് അവിടെ അറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. അനദർ എക്സാമ്പിൾ, ദ കിഡ്സ് ആർ പ്ലേയിങ് അറ്റ് ദ പ്ലേ ഗ്രൗണ്ട് നിയർ ദ പാർക്ക്. ഇവിടെ പ്ലേ ഗ്രൗണ്ട് എന്ന ഒരു സ്പെസിഫിക് ലൊക്കേഷൻ, ഒരു പോയിൻറ്റിനെ കാണിക്കാനാണ് അറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. അറ്റ് യൂസ് ചെയ്യുന്ന മറ്റൊരു സിറ്റുവേഷനാണ് ഫെസ്റ്റിവൽസ്. എക്സാമ്പിൾസ് നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസിലെല്ലാം ഒരു പ്രത്യേക ദിവസത്തെ, ഒരു സ്പെഷ്യൽ ഡേ ആണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇൻഡിപെൻഡൻസ് ഡേ, റംദാൻ, ഈസ്റ്റർ സൺഡേ. സോ അറ്റ് എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്ന മറ്റൊരു സാഹചര്യമാണ് ഫെസ്റ്റിവൽസ്. പൊതുവെ കാണപ്പെടുന്ന ഒരു മിസ്റ്റേക്കാണ് ഇൻ നൈറ്റ് എന്ന പ്രയോഗം. നൈറ്റിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ അറ്റാണ് യൂസ് ചെയ്യേണ്ടത്. ഇംഗ്ലീഷിൽ മോർണിംഗ്, ഈവനിങ് ഈ രണ്ട് വാക്കുകളുടെ കൂടെ ഇൻ എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുന്നത്. ഇൻ ദ മോർണിംഗ്, ഇൻ ദ ഈവനിങ്. പക്ഷേ എന്തുകൊണ്ടാണ് അറ്റ് നൈറ്റ് എന്ന് പറയുന്നത്? മോർണിംഗ് ആൻഡ് ഈവനിങ് നമ്മളൊരു പീരീഡ് ഓഫ് ടൈം ആയിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ നൈറ്റ് എന്നത് ഒരു പോയിൻ്റ് ഓഫ് ടൈം ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് അറ്റ് നൈറ്റ് എന്ന് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ സ്റ്റഡി അറ്റ് നൈറ്റ്, ഹി വർക്ക്സ് അറ്റ് നൈറ്റ്. പ്രിപ്പോസിഷൻ ഓൺ പ്ലേസിലും ടൈമിലും എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഒരു വസ്തു മറ്റൊരു വസ്തുവിൻ്റെ മുകൾ ഭാഗത്ത്, മീതെ അതിനെ ടച്ച് ചെയ്താണ് ഇരിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഓൺ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കണം.
എക്സാമ്പിൾ, ദ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ. ദ പിക്ചർ ഈസ് ഓൺ ദ വാൾ. ഒരു സ്പെസിഫിക് ഡേ ഓർ ഡേറ്റ് വരുമ്പോൾ ഓൺ ഉപയോഗിക്കണം. എക്സാമ്പിൾ, ഐ വിൽ മീറ്റ് യു ഓൺ മൺഡേ. മൈ ബർത്ത്ഡേ ഈസ് ഓൺ ജൂലൈ 10th. ഇവിടെ ഒരു സ്പെസിഫിക് ഡേറ്റ്, ഒരു ഡേ എന്നിവയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഓൺ എന്ന പ്രിപ്പോസിഷൻ ഏതൊക്കെ സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇൻ എന്ന പ്രിപ്പോസിഷൻ പ്ലേസ് ആൻഡ് ടൈമിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഒരു വലിയ സമയം കാണിക്കുമ്പോൾ, ഒരു കാലയളവിനെ കാണിക്കുമ്പോൾ ഇന്നാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. എക്സാമ്പിൾ, ഐ വാസ് ബോൺ ഇൻ 2000. വി ട്രാവൽ ഇൻ ജൂലൈ. ഹി സ്റ്റഡീസ് ഇൻ ദ മോർണിംഗ്. ഇവിടെ 2000 എന്ന വർഷത്തെ ഒരു നീണ്ട കാലയളവിനെ കാണിക്കാനാണ് ഇൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇൻ ജൂൺ, ജൂൺ എന്ന് പറയുന്ന ഒരു മന്ത് എന്ന് പറയുമ്പോൾ ഒരു നീണ്ട കാലയളവാണ്. സോ അങ്ങനെയുള്ള മന്തുകളെ സൂചിപ്പിക്കാനും ഇൻ ഉപയോഗിക്കുന്നു. ഇൻ ദ മോർണിംഗ് ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് മോർണിംഗും ഒരു പീരീഡ് ഓഫ് ടൈം ആയിട്ടാണ് ഇംഗ്ലീഷിൽ കണക്കാക്കുന്നത്. ഇൻസൈഡ്, ഉള്ളിൽ, അകത്ത് എന്ന അർത്ഥം വരുമ്പോൾ ഇൻ ഉപയോഗിക്കും. എക്സാമ്പിൾ, ദ കീസ് ആർ ഇൻ ദ ബോക്സ്. ഷീ ഈസ് ഇൻ ദ റൂം. അറ്റ് എന്ന പ്രിപ്പോസിഷൻ പ്ലേസിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. അറ്റ് എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുമ്പോൾ ലൊക്കേഷൻ്റെ ജസ്റ്റ് ഒരു പോയിന്റിൽ ആയിരുന്നാൽ മതി. എക്സാമ്പിൾ, ഷീ ഈസ് അറ്റ് ദ ബസ് സ്റ്റോപ്പ്. ഹീ ഈസ് അറ്റ് ദ ഡോർ. ലേൺ ഫ്രം മിസ്റ്റേക്ക്. ഇൻ മൺഡേ അല്ല, ഓൺ മൺഡേ. ഓൺ 9 AM അല്ല, അറ്റ് 9 AM. ഇൻ ദ ബസ് സ്റ്റോപ്പ് അല്ല, അറ്റ് ദ ബസ് സ്റ്റോപ്പ്. ഇൻ ദ നൈറ്റ് അല്ല, അറ്റ് നൈറ്റ്. സോ ഇന്നത്തെ ലെസൺ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ലെസണെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ആസ്ക് മീ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. താങ്ക് യു ഫോർ വാച്ചിങ്.